ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഞാനിന്ന് ചിക്കൻ കൊണ്ടുള്ളൊരു നല്ലൊരു റെസിപ്പി ആയിട്ടാണ് വന്നത്. ഇത് നമ്മളെ വീട്ടിലുള്ള ഐറ്റംസൊക്കെ വെച്ച് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നൊരു റെസിപ്പിയാണ്. നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു കറിയും കൂടെയാണ്. എല്ലാത്തിൻ്റെ കൂടെയും നമുക്ക് കോമ്പിനേഷൻ പറ്റിയതാണ്. അപ്പം വീഡിയോ ലാസ്റ്റ് വരെ കാണുക. സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചിക്കൻ്റെ ഐറ്റം ആയതുകൊണ്ട് ഞാൻ 1 കിലോളം ചിക്കൻ എടുത്തിട്ടുണ്ട്. എല്ലോട് കൂടിയുള്ള ചിക്കനാണ്. അപ്പം ഇത് നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്ന രീതിയാണ്. അപ്പോൾ ആദ്യം ഞാൻ 1 സ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ടെടുത്തിട്ടുണ്ട്. പിന്നെ 2 സ്പൂണോളം മുളക് പൊടി. ഇപ്പോൾ ഞാൻ കാശ്മീരി മുളകാണ് മിക്കയിലും എടുക്കുന്നത്. അത് 2 സ്പൂൺ. അത് എരിവ് കൂടുതൽ കാണത്തില്ല, കളറും കാണും, അതുകൊണ്ടാണ് കാശ്മീരി എടുക്കുന്നത്. പിന്നെ അതിനുശേഷം പെരുംജീരകപ്പൊടി, ഉപ്പ് 1 സ്പൂൺ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഹാഫ് നാരങ്ങ നീര്, അത് കുറച്ച് ഒഴിച്ചെടുക്കുക. പകുതി മതി നാരങ്ങയുടെ നീര്. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് മിക്സാക്കി എടുക്കുക. ഇതെല്ലാം കൈകൊണ്ട് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. വേണമെങ്കിൽ ഇപ്പം ഞാൻ നാരങ്ങ നീര് ഒഴിച്ചു കൊടുത്തുകൊണ്ടാണ് ഓയിൽ ഒഴിക്കാത്തത്. ഇപ്പം നാരങ്ങയുടെ നീരും ഉപ്പും എല്ലാം കൂടെ ഒന്ന് പൊടിയെല്ലാം കൂടെ ഒന്ന് മിക്സാക്കി എടുക്കുക. അതിനുശേഷം ഞാനിപ്പം കോൺഫ്ലവറാണ് ഇട്ട് കൊടുത്തിട്ടത്. 1 സ്പൂണോളം കോൺഫ്ലവർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും ഒന്ന് മിക്സാക്കി അത് കുറച്ച് നേരം മാറ്റി വയ്ക്കുക. അത് മാറ്റി വയ്ക്കുന്ന സമയത്ത് കറിയുടെ ആവശ്യത്തിനുള്ള ഇത് നമുക്ക് തയ്യാറാക്കാം. അതിനായിട്ട് 2 സവാള, 1 തക്കാളി, 1 പച്ചമുളക്. അപ്പം ഞാൻ സവാള ചെറിയ കട്ടി കുറഞ്ഞ് ആണ് അരിഞ്ഞെടുക്കുന്നത്. അപ്പം 2 സവാളയുടെ ആവശ്യം മതി. ഇത് നമ്മൾ വഴറ്റിയിട്ടാണ് നമ്മൾ വെക്കുന്നത്. ഇതിപ്പോൾ ബട്ടർ ചിക്കൻ്റെ ഒരു സ്റ്റൈലിലാണ് വെക്കുന്നത്. എങ്കിലും വീട്ടിലുള്ള ബട്ടറും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് വീട്ടിലൊന്ന് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ആ രീതിയിൽ വെക്കുന്നത്. പിന്നെ തക്കാളി ഇതേപോലെ ചെറുതായ രീതിയിൽ അരിച്ചെടുക്കുക. പിന്നെ പച്ചമുളക്, 1 പച്ചമുളക് മതി. എരിവ് ആവശ്യമുണ്ടെങ്കിൽ 2ഓ 3ഓ ഇടാം. അതിനുശേഷം പാനൊന്ന് ചൂടായതിന് ശേഷം 5 സ്പൂണോളം ഓയിൽ ഒഴിച്ചെടുത്തിട്ടുണ്ട്. 1 സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇതൊന്ന് അതിലൊന്ന് മിക്സാക്കി എടുക്കുക. മിക്സാക്കിയതിന് ശേഷം കൂടുതലൊന്ന് ബ്രൗൺ കളർ ആവുന്നതിന് മുമ്പേ ആ സവാള ഇട്ട് കൊടുക്കുക. അപ്പം ഞാൻ 2 സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ പച്ചമുളക് ഇട്ട് കൊടുക്കുക. അതെല്ലാം കൂടെ ഒന്ന് നല്ല രീതിയിലൊന്ന് മിക്സാക്കി എടുക്കുക. അപ്പം നമ്മൾ ഇതെല്ലാം ഒന്ന് മിക്സാക്കി എടുക്കണം. അപ്പം ആ എണ്ണയിലൊന്ന് സവാളയും പച്ചമുളകും തക്കാളിയൊക്കെ ഒന്ന് മിക്സായി പിടിക്കാനാണ്. അതിനുശേഷം നമ്മൾ ജാറിലൊന്ന് മിക്സിയിലിട്ടൊന്ന് അടുക്കി കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് എണ്ണയിൽ ഒന്ന് മിക്സാക്കി എടുക്കുന്നത്. ഇതൊന്ന് മിക്സായതിന് ശേഷം നമ്മൾ പൊടിയും അതൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഉപ്പ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ് കുറച്ചിട്ടെന്നാൽ ആദ്യം ചിക്കൻ്റെ ഇട്ട് കൊടുത്തതിന് ശേഷം നോക്കുക. അപ്പം കറിക്ക് എന്തായാലും ഉപ്പ് വേണം. ഇപ്പം കുറച്ച് 1 സ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം ശേഷം ലാസ്റ്റ് ഒന്നും കൂടെ നോക്കുക. ശേഷം തക്കാളി ഇട്ട് കൊടുക്കുക. ഇതൊന്ന് മിക്സാക്കി എടുക്കുക. എല്ലാം ഒന്ന് മിക്സായതിന് ശേഷം ഞാൻ 2 സ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം 1 സ്പൂണോളം മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 സ്പൂണോളം പെരുംജീരകപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ കൂടെ വേറെ ഐറ്റംസ് ഒന്നും ഇടുന്നില്ല. ഇത്രയും ഐറ്റംസാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇത്രയും ഐറ്റംസ് ഒന്ന് പേസ്റ്റ് ചെയ്യുന്ന രീതിയിലാണ് മിക്സാക്കി എടുക്കുന്നത്. അതിനുശേഷം നമ്മൾ മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് വേണമെങ്കിൽ മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. മല്ലിയില നമ്മൾ മിക്സിയുടെ ജാറിൽ ഇടുമ്പോഴും ഇട്ട് കൊടുത്താലും മതി. അതല്ല, ഇതിപ്പോൾ ചൂടോടെ എല്ലാ സൈഡിലൊന്ന് പിടിച്ചെടുക്കാനായിട്ടാണ് അങ്ങനെ ഇട്ട് കൊടുത്തത്. അപ്പോൾ ആ മണം കിട്ടും. അതിനുശേഷം അത് ചൂടാറാൻ വേണ്ടി മാറ്റി വയ്ക്കുക. കാരണം നമുക്ക് ചൂടോടെ മിക്സിയുടെ ജാറിൽ എന്തായാലും അടിച്ചെടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ അത് മാറ്റി വെച്ചതിന് ശേഷം ആ പാനിൽ തന്നെ ഞാൻ എണ്ണ ഒഴിച്ച് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ചിക്കനൊന്ന് എല്ലാം ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാൻ നല്ലപോലെ ഡീപ്പ് ഫ്രൈ ആണ് ചെയ്ത രീതിയിലാണ് എടുക്കുന്നത്. എല്ലാ സൈഡും മൊരിയുന്ന രീതിയിലാണ് എടുക്കുന്നത്. പിന്നെ പകുതി ഒരു സൈഡ് വെന്തതിന് ശേഷം തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് മൊത്തം ഒന്ന് കറക്റ്റ് ഫ്രൈ ആയ രീതിയാണ്. അത് മാറ്റിയതിന് ശേഷം ഞാനിപ്പോൾ നേരത്തെ ചെയ്തത് അടിച്ചെടുക്കുകയാണ്. ഇപ്പോൾ ഒരു പാൻ ചൂടായതിന് ശേഷം ഇതേ പേസ്റ്റ് രൂപത്തിലാണ് അത് അടിച്ചെടുക്കുന്നത്. അത് അതേപോലെ ഒഴിച്ചു കൊടുക്കുക. എണ്ണയൊന്നും ഞാൻ ഒഴിക്കുന്നില്ല. പേസ്റ്റാക്കി അതേ ഐറ്റംസ് നേരെ പാനിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതേപോലെ കട്ടിക്ക് നല്ലതുപോലെ അടിച്ചെടുക്കുക. അതിന് ശേഷം ഒന്ന് കുറുകിയെടുക്കുക. ലാസ്റ്റ് ഞാൻ ഈ ജാറിൻ്റെ അകത്ത് കുറച്ച് അരപ്പ് കാണത്തില്ലേ, ആ അരപ്പ് തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചെടുത്തിട്ട് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം കുറച്ച് കട്ടിക്കിരിക്കുന്നതാണ് നല്ല ടേസ്റ്റ് കറി. അപ്പം ഇതേപോലെ തിളക്കുന്നതിന് മുമ്പേ ഞാൻ
ചിക്കൻ ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് നേരം കൂടെ ഒന്ന് വെച്ച് ജസ്റ്റ് ഒന്ന് ഓവറായിട്ട് തിളക്കരുത്. അതിന് മുമ്പായിട്ട് നമുക്ക് തീ ഓഫ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഞാൻ ചിക്കൻ എല്ലാം കൂടെ ഇടുന്ന സമയത്ത് എന്തായാലും കറി ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാകും. നമ്മൾ ചൂടാക്കിയിട്ടാണ് ഇടുന്നത് എങ്കിലും ചിക്കൻ ഒന്ന് എല്ലാത്തിലും ഒന്ന് പിടിക്കാൻ വേണ്ടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചിക്കനൊക്കെ ഒന്ന് ആ അരപ്പ് പിടിക്കുന്ന രീതിയിലൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് അരപ്പ് പിടിച്ച് ചിക്കനിലൊന്ന് പിടിച്ചെടുക്കും. ലാസ്റ്റ് ഞാൻ മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മല്ലിയില ഇട്ടൊന്ന് മിക്സാക്കി എടുക്കുമ്പോൾ ആ മണവും കിട്ടും, നല്ല ടേസ്റ്റാണ്. ഇതിപ്പോൾ നമ്മളെ കറിയൊക്കെ ഒന്ന് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് കുറച്ചും കൂടി ഒന്ന് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടി ഞാൻ 2 സ്പൂണോളം ഫ്രഷ് ക്രീം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫ്രഷ് ക്രീം ഒഴിക്കുമ്പോൾ കുറച്ചും കൂടെ നല്ല ഭംഗിയാണ്, അത് കാണാനും നല്ല രസമാണ്, നമുക്ക് സെർവ് ചെയ്യുമ്പോൾ ഒരു ഭംഗി തോന്നിപ്പിക്കും. അപ്പോൾ ഞാനത് 2 സ്പൂണോളം ഫ്രഷ് ക്രീം ഒഴിച്ചിട്ട് അത് ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ട്. അപ്പം ഇതൊക്കെ നല്ല ഒരു ടേസ്റ്റ്, പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നൊരു കറിയാണ്. പിന്നെ ചപ്പാത്തിയിലൂടെ എല്ലാത്തിൻ്റെ കൂടെയൊക്കെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ വീഡിയോ ലാസ്റ്റ് വരെ കാണുകയും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി ഗ്രൂപ്പ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ താങ്ക് യു. ടേസ്റ്റ് കറി. അപ്പം ഇതേപോലെ തിളക്കുന്നതിന് മുമ്പേ ഞാൻ ആ ചിക്കനും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ചിക്കൻ ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് നേരം കൂടെ ഒന്ന് വെച്ച് ജസ്റ്റ് ഒന്ന് ഓവറായിട്ട് തിളക്കരുത്. അതിന് മുമ്പായിട്ട് നമുക്ക് തീ ഓഫ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഞാൻ ചിക്കൻ എല്ലാം കൂടെ ഇടുന്ന സമയത്ത് എന്തായാലും കറി ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാകും. നമ്മൾ ചൂടാക്കിയിട്ടാണ് ഇടുന്നത് എങ്കിലും ചിക്കൻ ഒന്ന് എല്ലാത്തിലും ഒന്ന് പിടിക്കാൻ വേണ്ടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചിക്കനൊക്കെ ഒന്ന് ആ അരപ്പ് പിടിക്കുന്ന രീതിയിലൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് അരപ്പ് പിടിച്ച് ചിക്കനിലൊന്ന് പിടിച്ചെടുക്കും. ലാസ്റ്റ് ഞാൻ മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മല്ലിയില ഇട്ടൊന്ന് മിക്സാക്കി എടുക്കുമ്പോൾ ആ മണവും കിട്ടും, നല്ല ടേസ്റ്റാണ്. ഇതിപ്പോൾ നമ്മളെ കറിയൊക്കെ ഒന്ന് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് കുറച്ചും കൂടി ഒന്ന് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടി ഞാൻ 2 സ്പൂണോളം ഫ്രഷ് ക്രീം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫ്രഷ് ക്രീം ഒഴിക്കുമ്പോൾ കുറച്ചും കൂടെ നല്ല ഭംഗിയാണ്, അത് കാണാനും നല്ല രസമാണ്, നമുക്ക് സെർവ് ചെയ്യുമ്പോൾ ഒരു ഭംഗി തോന്നിപ്പിക്കും. അപ്പോൾ ഞാനത് 2 സ്പൂണോളം ഫ്രഷ് ക്രീം ഒഴിച്ചിട്ട് അത് ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ട്. അപ്പം ഇതൊക്കെ നല്ല ഒരു ടേസ്റ്റ്, പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നൊരു കറിയാണ്. പിന്നെ ചപ്പാത്തിയിലൂടെ എല്ലാത്തിൻ്റെ കൂടെയൊക്കെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ വീഡിയോ ലാസ്റ്റ് വരെ കാണുകയും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി ഗ്രൂപ്പ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ താങ്ക് യു.